മെത്രാൻ സിനഡും സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡും. പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ജോർജ് മൂലേച്ചാലിൽ. 2024 ഓഗസ്റ്റ് 19 മുതൽ 31 വരെ മൗണ്ട് സെൻറ് തോമസിൽ നടന്ന സീറോ മലബാർ മെത്രാൻ സിനഡ് കഴിഞ്ഞ അന്ന് തന്നെ സെപ്റ്റംബർ 8 പള്ളികളിൽ വായിക്കേണ്ടതാണ് എന്ന അറിയിപ്പോടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേരിൽ സിനഡാനന്തര സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതെല്ലാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ചിന്താശേഷിയുള്ള ആർക്കും യാതൊരു ഫലവും പുറപ്പെടുവിക്കാത്തതും കോടികൾ മുടക്കി നടത്തുന്നതുമായ മെത്രാൻ സിനഡ് എന്ന ഈ പ്രഹസനം അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകും. സഭയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെപ്പോലും വഷളാക്കി വലുതാക്കാനല്ലാതെ പരിഹരിക്കാൻ സമീപകാല സിനഡുകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്ന പച്ചപരമാർത്ഥം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. കുർബാനക്രമ പ്രശ്നമെടുത്താൽ സിനഡ് തന്നെ പ്രശ്നമുണ്ടാക്കുന്നു. ഓരോ സിനഡിലും അത് സങ്കീർണമാക്കുന്നു. സിനഡ് നടത്തി സഭയെ വിഭജിക്കുന്നിടത്തോളം എത്തിക്കുന്നു. സിനഡ് പാലായിലെത്തി തുഴഞ്ഞിട്ടും കാക്കനാട്ടെത്തി തുഴഞ്ഞിട്ടും ആ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ കിടക്കുകയും ചെയ്യുന്നു. അല്പമെങ്കിലും ക്രൈസ്തവാരൂപി നമ്മുടെ മെത്രാന്മാർക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേനെ. ഇത്രയും കെടുകാര്യസ്ഥത കക്ഷിരാഷ്ട്രീയ രംഗത്ത് പോലും നമുക്ക് കാണാനാവില്ല എന്നതാണ് വസ്തുത. ഒരു സ്വയാധികാര സഭയായിരുന്നിട്ടും സമ്യക്കായ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കൂട്ടാക്കാതെ പൗരസ്ത്യ സംഘത്തിൻ്റെ കക്ഷത്തിൽ തലവെച്ച് കൊടുത്ത് ഉള്ള സ്വാതന്ത്ര്യവും അധികാരവും കളഞ്ഞുകുളിച്ച് ഈ സഭയെ തന്നെ പണയപ്പെടുത്തുകയാണ് നമ്മുടെ മെത്രാന്മാർ. പൗരസ്ത്യ സംഘമാകട്ടെ ഈ സഭയുടെ മാർത്തോമാ നസ്രാണി പൈതൃക പാരമ്പര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ കുഴിച്ചു മൂടാനുള്ള അവസരമായി സങ്കീർണമായി വരുന്ന പ്രശ്നങ്ങളെ കണ്ട് കൽദായ രാഷ്ട്രീയം കളിക്കുകയും നമ്മുടെ മെത്രാന്മാരെ കൊണ്ട് കളിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സഭയുടെ കാരണക്കാരനായ മാർത്തോമായെയും മാർത്തോമായുടെ മാർഗവും വഴിപാടുമെന്ന ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെയും കോടതികളിൽ പോലും തള്ളിപ്പറഞ്ഞവരാണ് നമ്മുടെ മെത്രാന്മാർ എന്നോർക്കുക. ഭാരതീയ ആധ്യാത്മികതയുടെ തലോടലേറ്റ് പീഡനമറിയാതെ നൂറ്റാണ്ടുകൾ വളർന്ന ഈ ആദിമസഭയുടെ ഇന്ത്യൻ പൈതൃകത്തെ റോമൻ സാമ്രാജ്യ മതപാരമ്പര്യം മെത്രാന്മാർക്ക് നൽകുന്ന രാജകീയമായ അധികാരത്തിന് വേണ്ടി ഒറ്റുകൊടുത്ത മെത്രാൻ യൂദാസുമാർ സിനഡ് എന്ന പേരിൽ നടത്തുന്ന ഈ കൊട്ടാര സമ്മേളനങ്ങളിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് എന്ത് നന്മയുണ്ടാകാനാണ്? അതുകൊണ്ട് സഭാ സിനഡ് എന്ന പേരിൽ ഇത്തരം കൊട്ടാര യോഗങ്ങൾ നടത്തി ഈ സഭയെയും സമുദായത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളെടുത്ത് സർക്കുലർ എന്ന തീട്ടൂരമിറക്കി വിശ്വാസി സമൂഹത്തെ അടക്കി ഭരിക്കാനുള്ള മെത്രാന്മാരുടെ പുറപ്പാടിനെതിരെ വിശ്വാസി സമൂഹം പ്രതിരോധമുയർത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ള സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായത്തിനായി ഉറവിളി കൂട്ടേണ്ടിയുമിരിക്കുന്നു. സഭയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അത്തരം സിനഡുകളിൽ മാത്രമേ സഭാ സമൂഹത്തിൻ്റെ ഇംഗിതങ്ങൾ പ്രകടമാകുകയും ശരിയായ മാർഗരേഖകളും തീരുമാനങ്ങളും ഉരുത്തിരിയുകയും സഭ ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയും ചെയ്യൂ. ഒരു കാലത്ത് മാർപ്പാപ്പായ്ക്ക് സഭാകാര്യങ്ങളിൽ അപ്രമാദിത്വം, അതായത് തെറ്റാവരം ഉണ്ടെന്ന് പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ആ വികല സങ്കല്പമെല്ലാം തിരസ്കൃതമായി കഴിഞ്ഞിരിക്കുന്നു. സഭയോടൊപ്പം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ സഭാ ഹയറാർക്കിയോടൊപ്പം ചിന്തിക്കുക എന്നാണ് അർത്ഥമെന്ന് നാം വിചാരിക്കുക പോലും അരുത് എന്നാണ് വില്യം സലേട്ടനുമായി 2013 സെപ്റ്റംബറിൽ നടത്തിയ അഭിമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. അതേ അഭിമുഖത്തിൽ തന്നെ സഭയുടെ അപ്രമാദത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: എല്ലാ വിശ്വാസികളും ഒരു കൂട്ടായ്മയായി തീരുന്ന പക്ഷം അവർക്ക് അപ്രമാദിത്വമുണ്ട്. ജനങ്ങളും മെത്രാന്മാരും മാർപ്പാപ്പായും തമ്മിൽ നിഷ്കപടമായ വിധത്തിൽ ആശയവിനിമയത്തിൻ്റെ വഴിയിലാകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പിന്തുണയ്ക്കാനുണ്ടാവും. അതായത് മാർപ്പാപ്പായോ മെത്രാന്മാരോ മെത്രാൻ സിനഡോ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല എന്ന്. അവരും എല്ലാ വിശ്വാസികളും ഒരു കൂട്ടായ്മയായി ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളെ മാത്രമേ ശരിയായ തീരുമാനങ്ങളായി അംഗീകരിക്കേണ്ടതുള്ളൂ എന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന സഭാ സിനഡിനെക്കുറിച്ചുള്ള പുതിയ സങ്കല്പം ഉടലെടുത്തത്. ഈ സങ്കല്പം പ്രായോഗികമാക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ഒന്നിച്ച് ചിന്തിക്കാം, ഒപ്പം നടക്കാം, പരസ്പരം ശ്രവിക്കാം എന്നീ മുദ്രാവാക്യങ്ങൾ രൂപം കൊണ്ടതും.
സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന ആശയം ചർച്ച ചെയ്യാൻ സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന പേരിൽ 2021 ആരംഭിച്ച് 3 ഘട്ടങ്ങളിലൂടെ 2024 ഒക്ടോബർ 27 അവസാനിക്കുന്ന പ്രക്രിയയുടെ 2 ഘട്ടം കടന്നുപോയിട്ടും അത് സംബന്ധിച്ച് യാതൊരു വിവരവും സീറോ മലബാർ മെത്രാന്മാർ വിശ്വാസി സമൂഹത്തെ അറിയിച്ചിട്ടില്ല എന്നോർക്കുക. അതിനർത്ഥം വളരെ ദീർഘവീക്ഷണത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചിട്ടുള്ള സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായത്തെ നമ്മുടെ മെത്രാന്മാർ കാര്യമായിട്ട് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവഗണിക്കുകയാണ് ചെയ്തത് എന്നാണ്. സീറോ മലബാർ സഭയിലെ കർദിനാൾ രാജാവും 50-ലേറെ കുട്ടിരാജാക്കന്മാരും മൗണ്ട് സെൻറ്റ് തോമസ് എന്ന രാജസദസ്സിൽ ഒന്നിച്ചുകൂടി തിന്നും കുടിച്ചും സഭയിലും സമൂഹത്തിലും സ്വീകരിക്കേണ്ട രാഷ്ട്രീയ അടവ് നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. 50 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള സീറോ മലബാർ സഭയെയും സമുദായത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളെടുത്ത് അവ സർക്കുലറുകളും ഇടയലേഖനങ്ങളുമാക്കി സീറോ മലബാർ സഭയെയും സമുദായത്തെയും തങ്ങളുടെ കാൽ കീഴിലാക്കി തുടർന്നും ഭരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇവരിൽ ഒരാളെ പോലും ഈ സഭാസമൂഹം തിരഞ്ഞെടുത്തതല്ല എന്നും ഓർക്കണം. അങ്ങനെ തങ്ങളുടെ അംഗീകാരം അശേഷമില്ലാത്ത ഈ മെത്രാൻ രാജാക്കന്മാരെയും അവരുടെ രാജസദസ്സുകളെയും സഭയുടേതായി അംഗീകരിക്കാനോ അവരിറക്കുന്ന രാജകീയ തിട്ടൂരങ്ങൾ അനുസരിക്കാനോ എന്ത് ബാധ്യതയാണ് വൈദിക സമൂഹത്തിനോ മഹാഭൂരിപക്ഷമായ വിശ്വാസി സമൂഹത്തിനോ ഉള്ളതെന്ന് ഇനിയെങ്കിലും സഭാസമൂഹം ആലോചിച്ചു തുടങ്ങണം. ആധ്യാത്മിക ഉപദേഷ്ടാക്കളായി മാത്രം മാർപ്പാപ്പ നിയോഗിക്കുന്ന മെത്രാന്മാർക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ കത്തോലിക്ക സമുദായത്തിന് വേണ്ടി നിലപാടുകൾ പ്രഖ്യാപിക്കാൻ എന്ത് അവകാശമാണുള്ളത്? സഭയിലെ ഒരു ചെറിയ പ്രശ്നത്തിന് പോലും പരിഹാരം കാണാൻ കഴിയാത്ത ഈ സിനഡ് മെത്രാന്മാർ വയനാട്ടിലും വിലങ്ങാടും സംഭവിച്ച പ്രകൃതി ദുരന്തത്തിലെ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പ്രക്രിയ ത്വരിതഗതിയിലാക്കണമെന്നും നഷ്ടപരിഹാര പാക്കേജുകൾ സത്വരമായി പ്രഖ്യാപിക്കണമെന്നും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്രേ. പരിസ്ഥിതിക്ക് ആഘാതം വരുത്തുന്ന വിവിധ ഖനനങ്ങൾക്കും വൻകിട നിർമ്മാണങ്ങൾക്കും നേരെ കണ്ണടയ്ക്കുകയും കർഷകരെ പരിസ്ഥിതി ഘാതകരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഈ സിനഡാനന്തര സർക്കുലർ. അനധികൃതമായി വൻതോതിൽ കരിങ്കൽ ക്വാറി പ്രവർത്തനം നടത്തിയതിന് കോടതി നഷ്ടപരിഹാരം വിധിച്ച താമരശ്ശേരി ബിഷപ്പ് കൂടി ഉൾപ്പെടുന്ന സിനഡാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർക്കുക. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികൾ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ദുർബലാവസ്ഥ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നിങ്ങനെ തികച്ചും സെക്കുലറായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് തങ്ങൾ കർഷകരുടെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ഈ സിനഡാനന്തര സർക്കിളിലൂടെ മെത്രാന്മാർ. ഇത്തരം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ തലയിടാൻ ഈ മെത്രാന്മാരെ ഇവിടുത്തെ വിശ്വാസ സമൂഹം നിയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയരേണ്ടതുണ്ട്. സിനഡിൻ്റെ ഇത്തരം അധാർമിക ഇടപെടലുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ നാം തുറന്നു കാണേണ്ടതുണ്ട്. തങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണെന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ട് സഭയിൽ അവർ നടത്തുന്ന ജനദ്രോഹപരമായ സ്വേച്ഛാധിപത്യ വാഴ്ചയെ ജനങ്ങൾക്ക് മുമ്പിൽ മറച്ചുവയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. തങ്ങളുടെ പിന്നിൽ ജനങ്ങളുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂടത്തിനും മേൽ സമ്മർദ്ദ സ്വാധീന ശക്തിയായി നിലകൊള്ളുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഇത്തരം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു സഭാ സമ്മേളനത്തിലും എടുക്കാൻ പാടില്ലെന്നും അവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്ബോധനവും പുറപ്പെടുവിക്കാനോ പള്ളികളിൽ വായിക്കുവാനോ മുതിരരുത് എന്നും ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ സഭാപൗരന്മാർ സംഘടിതമായി നടത്തേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുന്നു. പുരോഹിതർ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വിലക്കിയിട്ടുള്ളതാണ് എന്നോർക്കുക. ദൈവിക കാര്യങ്ങളിൽ ചുമതലപ്പെട്ടവർ സീസർ കളിക്കേണ്ടവരല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഈ വിവേകം നമ്മുടെ മെത്രാന്മാർക്ക് ഇല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുവാനുള്ള ചുമതല ഈ സഭാസമൂഹത്തിലെ പൗരബോധമുള്ളവർക്കുണ്ട്. ഈ സിനഡിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ഈ സർക്കുലറിൻ്റെ അവസാന ഭാഗത്ത് വെളിപ്പെടുന്നുണ്ട്. അത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അടിച്ചേൽപ്പിക്കുക എന്നത് തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ മനസ്സിലാക്കാനും പിതൃസഹജമായ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുമാണ് സിനഡ് ശ്രമിച്ചത് എന്നും അതുകൊണ്ടാണ് കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലി തുടങ്ങുന്ന വൈദികർക്ക് സഭാപരമായ നടപടികളിൽ നിന്ന് ഇളവ് നൽകിയത് എന്നും അവകാശപ്പെട്ടുകൊണ്ട് അതിരൂപതയിലെ മറ്റു ചില പള്ളികൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന വൈമുഖ്യത്തെ കുറ്റപരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് താക്കീത് ചെയ്തിരിക്കുകയാണ് ഈ സർക്കുലറുടെ സിനഡ് മെത്രാന്മാർ. കുർബാനക്കർമ്മ പ്രശ്നം കൂടുതൽ വഷളാക്കി എന്നർത്ഥം. കുടുംബ പ്രാർത്ഥനയെപ്പറ്റി ഒരു ഉപദേശവും ഈ സർക്കുലറിലുണ്ട്. ഏകാന്ത പ്രാർത്ഥന മാത്രം നടത്തുകയും
കൂട്ടപ്രാർത്ഥനയ്ക്കെതിരെ പഠിപ്പിക്കുകയും ചെയ്ത യേശുവിനെ മറന്നുകൊണ്ട് ഇന്നത്തെ കുട്ടികളിൽ അനാവശ്യമായ കുറ്റബോധവും സഭയോടും മാതാപിതാക്കളോടും ഈർഷ്യയും വെറുപ്പും ഉളവാക്കുന്ന വിരസമായ കുടുംബ പ്രാർത്ഥനകൾ അടിച്ചേൽപ്പിക്കുന്നതിലെ അവിവേകം ഈ മെത്രാന്മാരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ആർക്ക് സാധിക്കും? കുടുംബത്തിൽ കൂട്ടായ്മ ബോധം വളർത്തുക ആവശ്യം തന്നെ. അതിന് കുടുംബ സദസ്സുകളൊരുക്കി കുട്ടികളുടെ കലാവാസനകളും മറ്റു കഴിവുകളും പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാക്കാം. കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് വിനോദ കളികളിൽ ഏർപ്പെടാം. കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അടുക്കള പണികളിലും പറമ്പിൽ പണികളിലും അവരെ സഹകരിപ്പിക്കാം. കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ചർച്ച നടത്താം. അങ്ങനെ കുട്ടികൾക്ക് മാനസികോല്ലാസം നൽകുന്നതും പ്രയോജനകരവും കൂട്ടായ്മ ബോധം വർദ്ധിപ്പിക്കുന്നതുമായ എത്രയോ കാര്യങ്ങൾ കണ്ടെത്തി നടത്താൻ നമുക്ക് സാധിക്കും. ചുരുക്കത്തിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പോലും ശരിയായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ നമ്മുടെ മെത്രാൻ സിനഡ് പ്രാപ്തമല്ല. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് തങ്ങൾ അപ്രമാദിത്വം ഉള്ളവരാണെന്ന മട്ടിൽ ഓരോരോ അവിവേകങ്ങൾ സർക്കുലറുകളായും ഇടയലേഖനങ്ങളായും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. സഭാ സിനഡെന്നാൽ മെത്രാൻ സിനഡല്ല എന്നും സഭാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മതിയായ പ്രാതിനിധ്യമുള്ള സിനഡ് മാത്രമേ സഭാ സിനഡ് ആകൂ എന്നും മെത്രാന്മാരെയും സഭാംഗങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്നതാണ് ചിന്താശേഷിയും പൗരബോധവുമുള്ള സീറോ മലബാർ സഭാ സമൂഹത്തിന് മുന്നിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാർപ്പാപ്പ ആവശ്യപ്പെടുന്ന സിനഡാലിറ്റിയോട് കൂടിയ സിനഡിനു വേണ്ടിയുള്ള നീക്കത്തിലൂടെ ഈ വെല്ലുവിളി സഭാപരമായി തന്നെ ഏറ്റെടുക്കാൻ നമുക്കാവും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്ന സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായവും മാർത്തോമ നസ്രാണികളുടെ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായവും വ്യത്യസ്തങ്ങളല്ല എന്നതാണത്. സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് സമ്പ്രദായം ഇനിയും ആവിഷ്കരിക്കപ്പെടേണ്ട ഒരു സങ്കല്പമാണെങ്കിൽ നമ്മുടെ പള്ളിയോഗ സഭാഭരണ സംവിധാനം അതേ സങ്കല്പത്തിൻ്റെ പ്രാവർത്തിക രൂപമായി ഇവിടെ വികസിച്ച് നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്നതും പിന്നീട് റോമിൻ്റെ അധിനിവേശത്തിലൂടെ നഷ്ടപ്പെട്ടു പോയതുമായ നമ്മുടെ വിശുദ്ധ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വച്ചിരിക്കുന്ന സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന സഭായോഗ സമ്പ്രദായം നടപ്പാക്കാൻ നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ പൂർവ്വ പാരമ്പര്യം വീണ്ടെടുത്താൽ മാത്രം മതി. സഭാകാര്യങ്ങൾ തീരുമാനിക്കാൻ ഇപ്രകാരം ക്രിസ്തീയവും സഭാപരവുമായ ഒരു വഴി തുറന്നു കിടക്കുന്നത് നാം കാണാതെ പോകരുത്. എന്തായാലും കാലഹരണപ്പെട്ട രാജകീയ സമ്പ്രദായം തന്നെ സഭയെ തുടരുന്ന സാഹചര്യം മാറ്റിയേ തീരൂ. അതിന് മെത്രാൻ സിനഡുകളെ സഭാ സിനഡുകളായി അംഗീകരിക്കില്ലെന്നും അവിടെ എടുക്കുന്ന ഒരു തീരുമാനവും സഭയ്ക്ക് ബാധകമായിരിക്കില്ലെന്നും വിശ്വാസി സമൂഹം സംഘടിതമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിന് സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് അഥവാ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായം വീണ്ടെടുക്കണം എന്ന മുദ്രാവാക്യമുയർത്തി അതിനു പിന്നിൽ വിശ്വാസി സമൂഹത്തെ അണിനിർത്തേണ്ടിയിരിക്കുന്നു നാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വാസികൾ ഒരു കൂട്ടായ്മയായി തീരുമ്പോൾ ജനങ്ങളും മെത്രാന്മാരും മാർപ്പാപ്പമാരും നിഷ്കപടമായ വിധത്തിൽ ആശയവിനിമയത്തിൻ്റെ വഴിയിലാകുമ്പോൾ അപ്പോൾ മാത്രമാണ് സഭയ്ക്ക് അപ്രമാദിത്വം കൈവരുന്നത്. സഭയോടൊപ്പം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ സഭാ ഹയറാർക്കിയോടൊപ്പം ചിന്തിക്കുക എന്നാണ് അർത്ഥം എന്ന് വിചാരിക്കുക പോലും അരുത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹം, നന്ദി.